നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രൻ ഷോപ്പിലേക്കും അലീന ശരണ്യയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞായിരുന്നു, ഞാൻ നിന്നെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടേക്കാന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, അറിയാലോ നീ ശരണ്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതിനു മുമ്പ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ പോകുന്നുണ്ടല്ലോ. കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷേ ആ കോളനിയിലുള്ളവർക്ക് എപ്പോഴാണ് ഭ്രാന്തളകണമെന്ന് അറിയത്തില്ല. അവർ മുമ്പത്തെ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛാ. ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയും വേണ്ട. അന്ന് പക്ഷേ അവരങ്ങനെയൊക്കെ ചെയ്തു. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ബാലേന്ദ്രന്. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അതേ മോളെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നീ പിന്നെ മറന്നു പോയേക്കരുത്, അറിയാലോ. പിന്നെ എനിക്കൊരു സമാധാനക്കേടാ. ഇനി ഷോപ്പിൽ ചെന്നാലും ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻഡിൽ കൊണ്ട് അലീനെ ഇറക്കി വിട്ടു. ബാലേന്ദ്രൻ ഷോപ്പിലേക്കും പോയി അലീന ശരണ്യയെ കാണാനായിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും വാതിക്കലുണ്ടായിരുന്നു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മയ്ക്കൊരു സന്തോഷമായി. കാരണം അലീന വന്നു കഴിഞ്ഞാൽ പിന്നെ ശരണ്യയ്ക്ക് കുറേ മാറ്റമുണ്ട്. ശരണ്യ സംസാരിക്കുകയൊക്കെ ചെയ്യും അലീനയോട്. പക്ഷേ ബാക്കി ആരോടും അത്രയ്ക്ക് അടുപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീന വരുവാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നീട് അലീന വന്നിട്ട് ചോദിച്ചു, ആൻറ്റി എന്തി ശരണ്യ എന്തിയെന്ന് ചോദിച്ചു. അവൾ മുറിയിലുണ്ട് മോളെ. എന്താണെങ്കിലും മോള് വന്നതിൻ്റെ മാറ്റവും കാര്യങ്ങളൊക്കെ അവൾ കാണുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, കുറച്ചുകൂടെ ആളൊന്ന് ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, പേടിക്കുമൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ ശരണ്യ എഴുന്നേറ്റ് നടക്കും, ഞാനല്ലേ പറയണേ. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ പറഞ്ഞു, എനിക്ക് മോളിലൊരു വിശ്വാസമുണ്ട്. മോള് വന്നിട്ടുണ്ടെങ്കിൽ അവളെ എന്താണെങ്കിലും ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അതിൻ്റെ നന്ദിയും കടപ്പാടും ഉണ്ടെന്നൊക്കെ ശരണ്യയുടെ അമ്മ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞേ, അത് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല ആൻറ്റി, ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നീട് അലീന അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ശരണ്യയുടെ അച്ഛനോട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, കണ്ടില്ലേ ആ കൊച്ചു പാവാ. ശരിക്കും പറഞ്ഞാൽ അതിലിവിടെ വന്ന് നമ്മുടെ മോളെ ശുശ്രൂഷിക്കേണ്ട യാതൊരു കാര്യമില്ല. അതാ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണേന്ന് പറഞ്ഞു. അത് ശരിയാ, ഒരുപക്ഷെ അവൾ തളർന്നു പോകുന്ന സമയത്ത് അവളെ കൈപിടിച്ച് കയറ്റാനായിട്ട് ദൈവമായിട്ട് അയച്ചായിരിക്കും അവളെ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണ്യ കിടക്കുവാണ്. അപ്പോൾ അലീന ചോദിച്ചു, ആഹാ ഇതെന്താ എപ്പോഴും കിടപ്പ് തന്നെയാണോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, മോൾ എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കഴിച്ച് കാണത്തില്ലല്ലേ, എനിക്കറിയാം. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്താ പറഞ്ഞത്? അതെ എഴുന്നേറ്റൊന്ന് മുഖമൊക്കെ കഴിയൊന്ന് ഫ്രഷ് ആയിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശരണ്യനെ എഴുന്നേൽപ്പിച്ച് മോഹമൊക്കെ കഴുകി ശരണ്യ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യോട് പറഞ്ഞു, അതെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, മോള് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ശരണ്യയുടെ കയ്യിലേക്ക് പിടിച്ച അലീന. അപ്പോഴേക്ക് ശരണ്യ പറഞ്ഞു, വേണ്ട ചേച്ചി, പുറത്തേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ, മോൾ ഈ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, മുറിയിൽ നിന്ന് ശരണ്യയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ശരണ്യയ്ക്ക് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാലൊന്നും തുറയ്ക്കാത്ത പോലെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ മുറിക്ക് പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ദേ ഇച്ചിരി ശുദ്ധവായുവൊക്കെ കൊള്ളണം. എപ്പോഴും ആ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. ഉഷാറായിട്ട് വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യ പറഞ്ഞു, വേണ്ട ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വന്നു. മോള് അലീനയുടെ കൈ പിടിച്ച് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കാണ് അടുത്ത വീട്ടിലെ 1-2 ചേച്ചിമാരൊക്കെ വരുന്നത്. ശരണ്യയെ കണ്ടപ്പോൾ ചോദിച്ചു, ആഹാ ശരണ്യെ, നീ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണ്യയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി. അലീന അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് അലീന പറഞ്ഞു, അതെ ആൾക്കാർ ചോദിക്കുന്നവരങ്ങനെയൊക്കെ ചോദിക്കും, അത് മൈൻഡാക്കണ്ട. അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കും ചോദിക്കുന്നത്. എല്ലാവരെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. എന്തേലും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് 2 അങ്ങോട്ടേക്ക് പറയാവുന്ന രീതിയിലായിരിക്കണം. ആരുടെ മുന്നിൽ തലകുണിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ മോളൊന്നുകൂടെ ബോൾഡ് ആവണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് എന്തോ എവിടെ നിന്നൊരു ആത്മവിശ്വാസമൊക്കെ വന്നു. പിന്നീട് അലീന കുറേ സമയം ശരണ്യയിലൂടെയൊക്കെ നടത്തിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അലീനയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയ്ക്ക് വീണ്ടും ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ തോന്നി. പിന്നീട് ശരണ്യയോട് പറഞ്ഞു, അതെ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മുറിക്കകത്ത് കയറി അടച്ചിരിക്കരുത്, അറിയാലോ.
എന്തേലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം. വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കണം. അവർക്കൊക്കെ എത്ര വിഷമമുണ്ടെന്നറിയാം മോളുടെ കാര്യത്തിൽ. അപ്പോൾ മോളിങ്ങനെ തളർന്നു പോയാലോ എന്നൊക്കെ പറഞ്ഞു. അല്ല അത് ചേച്ചി ഞാൻ വേണ്ട, മോൾ കൂടുതലായിട്ടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അലീന പറഞ്ഞു. പിന്നീട് അലീന അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ഷോപ്പിലേക്ക് വന്നപ്പോൾ ഗോവർദ്ധനൻ ഉണ്ടായിരുന്നു. ഗോവർദ്ധനോട് ബാലേന്ദ്രൻ ചോദിച്ചു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല? ഇതുവരെയായിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ബാലേട്ട. അല്ല നമ്മുടെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അവരൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അവർക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിൽക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രൻ തന്നെ ക്യാബിനിലേക്ക് പോയിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, അല്ല എന്തായി സാറേ കാര്യങ്ങൾ, മോന് ജാമ്യം വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ആകെപ്പാടൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തല്ലേ മതിയുള്ളൂ, ഒളിച്ചോടാൻ പറ്റില്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എന്നാലും സാറിനെ പോലെ ഒരു നല്ലൊരാളുടെ കൊച്ച് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ സാറേ സംഭവിച്ചേ? ശരിക്കും അവനെ ആരെയെങ്കിലും പെടുത്തിയതാണോ അതോ ഇത് ഒരു കള്ളക്കേസാണോ ഒറിജിനലായിട്ടുള്ളതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, നിങ്ങളെപ്പോലെ തന്നെ ഞാനും അച്ഛനാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അറിയാലോ, ഇതേപോലെ തന്നെ ഒരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിൽ കൂടെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാരണം ബാലേന്ദ്രന് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഓരോരുത്തരും ഓരോ ചോദ്യമൊക്കെ ആയിട്ട് വരും. പക്ഷെ അതിന് എപ്പോഴും അങ്ങോട്ട് ഉത്തരം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് മാത്രമല്ല ഓരോരുത്തരും ഒന്ന് ചോദിക്കുമ്പോഴത്തേനും ബാലേന്ദ്രന് അതിന് ഉത്തരവില്ലായിരുന്നു. അത് ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നോക്കാനായിട്ട്. കാരണം തൻ്റെ മകന് താനെങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ എന്നിട്ട് ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാകുമെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. ബാലേന്ദ്രൻ ഒരു വിധത്തിൽ അവിടെ ഇരുന്നു. പിന്നീട് ഗോവർദ്ധനം വന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അതെ ബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അവരാദ്യം കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചോദിക്കും, പിന്നീട് അവർ ചോദ്യം പറച്ചിലൊക്കെ നിർത്തിക്കോളും. ആദ്യം 1-2 ദിവസം ഇങ്ങനെയായിരിക്കും, അതിനുശേഷം അവർ താനേ അതങ്ങോട്ട് മറക്കുമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് ടെൻഷനില്ല, എന്നാലും ഓരോരുത്തരും ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴേ മനസ്സിനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. സാരമില്ല ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം അലീന സ്റ്റാൻഡിലേക്ക് വരുവാണ്. അപ്പോഴാണ് മനുശങ്കറിന് കോൾ വരുന്നത്. മനുശങ്കർ വിളിച്ചിട്ട്, അല്ല നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. അത് ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട്. വീണ്ടും പോയെന്ന് ചോദിച്ചു. അതെന്താ മനുവേട്ട അങ്ങനെ? അല്ല നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എപ്പോഴും അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലെന്ന്. അത് പിന്നെ മനുവേട്ടനെ അറിയാലോ, അവിടേക്ക് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാന്നേ, അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണ്ടേ. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അത് ശരിയാ, നീ എപ്പോഴും അവിടെ പോകുന്നുണ്ട്. ഇവിടെ അമ്മയുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ, നീ പറഞ്ഞ അവൾ കേൾക്കും, അവളെ സ്വാധീനിക്കാൻ എളുപ്പമാണെന്നാ. മിക്കവാറും എൻ്റെ അമ്മ വരെ നിൻ്റെ കാലെ കൈയെ പിടിച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, മനുവേട്ടന് പറയാൻ മേലായിരുന്നോ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന്, എനിക്കാരെ സ്വാധീനിക്കാനൊന്നും പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് തലയിലേക്ക് കയറണ്ടേന്ന് ചോദിച്ചു. അമ്മയുടെ വിചാരം ശരണ്യയോട് നീ പറയുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരണ്യ കേൾക്കുന്ന, ഇനിയിപ്പം വല്ല മൊഴി മാറ്റി പറഞ്ഞാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടെന്ന് തോന്നേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല മനുവേട്ട, കാരണം ആ കുട്ടിയോട് ഞാൻ ചെയ്യുന്ന വിശ്വാസവഞ്ചന അത് ഒരിക്കലും എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം, ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലീന വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് കമല വൈജയനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ ചെന്നിട്ട് വൈജയോട് പറഞ്ഞു, അതേ വൈജയ്, ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ അവരെ രക്ഷിക്കാനായിട്ട്. ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണ് അവൾ മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കമലയെടുത്തി? അതെ ഒരു കാര്യം ചെയ്യും വൈജ, അവളോടൊന്ന് സംസാരിച്ച് നോക്കുക അലീനയോട് എന്തിന്? ഒരുപക്ഷെ അവളോട് സംസാരിക്കുകയാണെങ്കിലേ അവൾ ചിലപ്പം ആ ശരണ്യയോട് സംസാരിക്കുമായിരിക്കും, അവളെങ്ങാനും ഇനി മൊഴി മാറ്റിയാലോ. ഇത് കേട്ട് ഞാൻ വൈജ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശിവേട്ടനൊക്കെ ആണെങ്കിൽ വക്കീലിനെ കാണാൻ പോയി മടുത്തു, കാല് കഴിച്ചല്ലാതെ ഒരു പ്രയോജനമില്ല. വക്കീലൊക്കെ പറയണേ ആ പെങ്കൊച്ചിൻ്റെ മൊഴി പോലെ ഇരിക്കുമെന്നാണ് പറയണേ. ഒരു പക്ഷേങ്കിൽ അവൾ ചിലപ്പോൾ മൊഴി മാറ്റി പറയായിരിക്കും. അത് അലീനെ വിചാരിക്കണമെന്ന് പറഞ്ഞു. അലീന നാഴികയ്ക്ക് 40 തൊട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അവൾ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ കാലെ വീഴണമെന്നോ ഈ ജന്മത്തിലുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രോഹിത്തിൻ്റെ ഹരിയുടെ ഒക്കെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ. പിന്നീട് ചോദിച്ചു, ഡോക്ടർ വന്നോന്നൊക്കെ ചോദിച്ചു. ഡോക്ടർ വന്നു. എന്ത് പറഞ്ഞു?
വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കടപ്പാട്ട് വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെയാണ് പിന്നെ നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ നോക്കാനായിട്ട്. കുറച്ച് പൈസ കൊടുത്താൽ പോരെ, അതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അങ്ങോട്ട് പോയേനം. ആ അലീനയെന്ന് പറയുന്ന പിശാച് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോയേനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ഓർത്തുണ്ട് വൈജി ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. അവൾ എന്താളും പറഞ്ഞു വിടാൻ പോകുന്നില്ല ബാലേന്ദ്രന്. എല്ലാവരും ഇപ്പോൾ അവളുടെ ഭാഗത്തല്ലേ. ബാക്കിയുള്ളവർ ചെയ്യുന്ന എല്ലാം തെറ്റ്, അവൾ ചെയ്യുന്നതെല്ലാം ശരി. കടപ്പാട്ട് വീട്ടിലെ കൊല്ലപ്പള്ളി വീട്ടിലെ ആണുങ്ങളെല്ലാം അവൾ സ്വാധീനിച്ചു വെച്ചിരിക്കുക. അതിന് മാത്രം എന്താ അവൾക്ക് ഇരിക്കണേന്ന് മാത്രം എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ കുറ്റപ്പെടുത്തുവാണ് അലീനെ കുറ്റപ്പെടുത്തുവാണ് കമല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കമല പോരുന്നത്. ഈ സമയം വൈജി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. അവളെ എങ്ങനെയല്ലോ അവിടെ നിന്ന് തുരത്താൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷെ അവളെ പറഞ്ഞു വിടുന്ന ലക്ഷണം കാണുന്നില്ല. താൻ ഡിവോഴ്സിന് പോയാലും അതൊന്നും ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലാണ് ബാലേന്ദ്രന്. അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഉറപ്പായിട്ടും ഡിവോഴ്സുമായിട്ട് താൻ മുന്നോട്ട് പോകും. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ വൈജി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.